ॐ जडाधरं पाण्डुरङ्गं शूलहस्तं कृपानिधिं सर्वरोगहरं देवं दत्तात्रेयम् अहं भजेत्. ഗുരുപരമ്പരയ്ക്കും ശ്രീ പി കേശവൻ നമ്പൂതിരിക്കും പ്രണാമം. ശ്രീപാദ ശ്രീവല്ലഭ ചരിതാമൃതാകാരേണ ഗുരുദത്താത്രേയ ശ്രീപാദ ശ്രീവല്ലഭ പരബ്രഹ്മണേ നമഃ. അധ്യായം 9 സംഗ്രഹമാണ്. ഒരു സൂര്യോദയ സമയത്ത് തിരുമലദാസുവും ശങ്കരഭട്ടും കൂടി ധ്യാനത്തിലിരിക്കുമ്പോൾ ഒരു സൂര്യപ്രകാശം അകത്തേക്ക് വന്നു. അതിൽ ആ സൂര്യരശ്മികളിൽ ശ്രീപാദ ശ്രീവല്ലഭൻ്റെ രൂപം അവർ കാണുകയാണ്. 16 വയസ്സുള്ള ഒരു ബാലനായിട്ടാണ് കാണുന്നത്. ഭഗവാന് നിവേദിക്കുവാൻ വെച്ച കടല സൂര്യരശ്മികൾ ഏറ്റ് ലോഹ കഷ്ണങ്ങളായിട്ട് തീർന്നു. അത് അനുഗ്രഹ ലക്ഷണമായിരുന്നോ അതോ ദേവകോപ ലക്ഷണമായിരുന്നോ എന്ന് ശങ്കരഭട്ടന് സംശയം തോന്നുകയാണ്. ഈ സംഭവം വളരെ വേദനാജനകമാണെന്നും ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയം പരിഹരിച്ചു തരണമെന്നും തിരുമലദാസുവിനോട് ശങ്കരഭട്ട് പറയുന്നുണ്ട്. അപ്പോൾ തിരുമലദാസു പറഞ്ഞു, ശ്രീപാദൻ വാസ്തവത്തിൽ പൂർവ്വയുഗത്തിലെ ശ്രീദത്തൻ തന്നെയാണോ എന്നൊരു സംശയം ഒരു ചെറിയ വിത്ത് പോലെ ഈ ശങ്കരഭട്ടൻ്റെ മനസ്സിൽ ഉണ്ട്. ഈ സംശയത്തെ നീക്കുവാനായാണ് ശ്രീപാദൻ കാഴ്ചദ്രവ്യമായി നൽകിയ കടലയെ ലോഹകഷ്ണങ്ങളാക്കി മാറ്റിയത്. പൂർവ്വയുഗത്തിലെ ശ്രീദത്തൻ ഇതുപോലെ കടലയെ ലോഹകഷ്ണങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. ആ സമയത്ത് അനസൂയ മാതാവ് അവയെ വീണ്ടും ഭക്ഷ്യയോഗ്യമായ കടലയാക്കി മാറ്റി. അതുകൊണ്ട് താൻ പണ്ടുകാലത്തെ ശ്രീദത്തനല്ലാതെ മറ്റാരുമല്ല എന്ന് അതേ ഒരു സംഭവം ഉണ്ടാക്കി ഇപ്പോൾ ശങ്കരഭട്ടനെ ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ ഇതിന് വേറൊരു അർത്ഥം കൂടിയുണ്ട്. ശ്രീ ശങ്കരഭട്ടിൻ്റെ ജാതകത്തിലെ വ്യാഴഗ്രഹം ക്ഷയിച്ച അവസ്ഥയിലാണ്. വ്യാഴഗ്രഹവും കടലയും തമ്മിൽ ബന്ധമുണ്ട്. ഈ സൂചന കൊണ്ട് ശ്രീപാദൻ വ്യാഴത്തിൻ്റെ ക്ലേശം കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ വിത്തിൻ്റെ അവസ്ഥയിലാണ് ഉള്ളതെന്ന് അറിയിച്ചതായിരിക്കാം. അതൊരിക്കലും മുളയ്ക്കാതിരിക്കാൻ വേണ്ടി അവയെ ലോഹമാക്കുകയും ചെയ്തു. അങ്ങനെ 2 അർത്ഥങ്ങൾ പറഞ്ഞു കൊടുത്ത് തിരുമലദാസു ശങ്കരഭട്ടൻ്റെ സംശയത്തെ ഇല്ലാതാക്കുകയാണ്. തിരുമലദാസു പറയുന്നു, കലിയുഗം മുന്നോട്ടു പോകുമ്പോൾ കുറച്ചു നൂറ്റാണ്ടുകൾക്ക് ശേഷം നാസ്തിക ചിന്താഗതി പരക്കുകയും അസാധാരണവും വിസ്മയകരവുമായ അത്ഭുത സംഭവങ്ങളിലൂടെ ഭഗവാൻ നിരീശ്വരവാദത്തെ നശിപ്പിക്കുകയും ആസ്തിക്യത്തെ ഉറപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ജീവികളെ അനുഗ്രഹിക്കുന്നു. ഭാവിയിൽ ധർമ്മം ഉറപ്പിച്ചു നിർത്തുന്നതിനുള്ള പദ്ധതികൾക്ക് വിത്ത് പ്രദാനം ചെയ്യുന്നു. അതിനുശേഷം പരിണാമ പ്രക്രിയയെക്കുറിച്ച് പറയുന്നുണ്ട്. ലോഹങ്ങളിൽ ചൈതന്യം നിദ്രാവസ്ഥയിലാണ്, മരത്തിൽ അത് അർദ്ധനിദ്രാവസ്ഥയിലാണ്. കൂടുതൽ വികസിതമായ നിലയിൽ ഈ ചൈതന്യം ജന്തുക്കളിൽ കാണാൻ കഴിയും. പൂർണ്ണമായി വികാസം വന്ന ചൈതന്യത്തോടു കൂടിയാണ് മനുഷ്യന്മാർ. മനുഷ്യന് യോഗത്തിൽ കൂടി പൂർണ്ണ മനുഷ്യനാകാൻ കഴിയും. മൂലാധാര കേന്ദ്രത്തിൽ കിടക്കുന്ന കുണ്ടലിനി ശക്തിയെ ഉത്തേജിപ്പിക്കുവാനും അതിനെ സഹസ്രാര ബിന്ദുവിലേക്ക് കൊണ്ടുപോകാനും കഴിയും. അപ്പോൾ അയാൾ സവികൽപ്പ നിർവികൽപ്പ അവസ്ഥകൾ കൈവരിക്കുന്നു. ആ സ്ഥിതിയിൽ കൂടി പരംജ്യോതി സ്വരൂപനായ ശ്രീ ഗുരുവുമായി താതാത്മ്യസ്ഥിതി അനുഭവിക്കുന്നു. അപ്പോൾ അയാൾ അനിർവചനീയമായ ആനന്ദവും അനുഭവിക്കുന്നു. ഇങ്ങനെ മനുഷ്യന്റെ ദൈവികതയിലേക്കുള്ള പരിണാമം അനിവാര്യമാണ് എന്നതുപോലെ ദൈവം തൻ്റെ അനന്തമായ പരിധികളെ ചുരുക്കിക്കൊണ്ട് താഴെ തലങ്ങളിലേക്ക് വരുന്നതിനെയാണ് അവതാരം എന്ന് പറയുന്നത്. സൃഷ്ടിയിൽ സത്യത്തെ ഒരിക്കൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും അനായാസമായും പ്രവർത്തിക്കുന്നു. അങ്ങനെ സൃഷ്ടിയിൽ വിവിധങ്ങളായ സത്യങ്ങളെ ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇറങ്ങി വന്ന ദിവ്യ അവതാരമാണ് ശ്രീപാദ ശ്രീവല്ലഭൻ. അപ്പോൾ ശങ്കരഭട്ട് പറയുകയാണ്, വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് തനിക്കറിയാം. എന്നാൽ സത്യത്തെ പ്രതിഷ്ഠിക്കുക അല്ലെങ്കിൽ സത്യത്തെ ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വിശദമാക്കാൻ വേണ്ടിയിട്ട് തിരുമലദാസുവിനോട് പറയുകയാണ്. അപ്പോൾ തിരുമലദാസു പറയുകയാണ്, ഈ ഭക്ഷണം സമ്പാദിക്കുക എന്നത് നിങ്ങളുടെ കടമയാണ്. കഴിക്കുന്ന ഭക്ഷണത്തെ സ്വാംശീകരിക്കുകയും ശക്തി നേടുകയും ചെയ്യുക ദേഹത്തിൻ്റെ കടമയാണ്. മനുഷ്യന് ഒരു മനസ്സുള്ളത് കൊണ്ട് ശരിയും തെറ്റും തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ശരീരത്തിന് അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഇല്ല. അത് ഭക്ഷണം കഴിച്ച ആളുടെ ഇഷ്ടാനിഷ്ടങ്ങളൊന്നും നോക്കാതെ കൊടുത്ത ഭക്ഷണത്തെ സ്വാംശീകരിച്ച് ശക്തി നേടത്തക്ക വിധത്തിൽ ദഹിച്ചു ചേരുവാൻ പാകമാക്കുകയാണ് ചെയ്യുന്നത്. അതിനോടനുബന്ധിച്ച ഒരു സത്യം സ്ഥാപിക്കപ്പെട്ടു. ആ സത്യത്തിൻ്റെ തത്വമനുസരിച്ച്
നടക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഈ ദഹന പ്രക്രിയ എന്നത്. ഇതുപോലെ തന്നെയാണ് സൂര്യോദയവും അസ്തമനവും ഋതുക്കളും ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും ഗതി. ഇതെല്ലാം ഒരു സത്യം സ്ഥാപിക്കപ്പെട്ടതിനനുസരിച്ച് മുറയായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. ശ്രീപാദൻ ഈ സൃഷ്ടിയിലെ ജീവികളോടുള്ള കാരുണ്യം കൊണ്ട് നിശ്ചയിച്ച കർത്തവ്യങ്ങളിൽ ഇളവ് നൽകുന്നുണ്ട് ഓരോ യുഗങ്ങൾ തോറിലും. അതായത് കൃതയുഗത്തിൽ ഇച്ഛ കൊണ്ട് എല്ലാം നടക്കുന്നു, ത്രേതായുഗത്തിലാണെങ്കിൽ യജ്ഞങ്ങളും അനുഷ്ഠാനങ്ങളും കൊണ്ട് കാര്യങ്ങൾ നടക്കുന്നു. അതുപോലെ ദ്വാപര യുഗമാവുമ്പോൾ മന്ത്രങ്ങളുടെയും അസ്ത്രങ്ങളുടെയും വിന്യസനം കൊണ്ട് കാര്യങ്ങളൊക്കെ കൈവരിക്കുന്നു. കലിയുഗത്തിലാവുമ്പോൾ തന്ത്രശാസ്ത്രത്തിന് പ്രാധാന്യമുണ്ട്. അതുകൂടാതെ യന്ത്രങ്ങളുടെ ഉപയോഗം കൊണ്ട് ഫലങ്ങൾ നിറവേറ്റപ്പെടുന്നു. അങ്ങനെ യുഗധർമ്മങ്ങൾ അനുസരിച്ച് സരളീകരണം നടക്കുന്നു. ജനങ്ങളുടെ ശക്തിയും ബുദ്ധിയും ഓരോ യുഗങ്ങളിലും കുറഞ്ഞു കുറഞ്ഞു വരുന്നതുകൊണ്ട് സരളീകരണം എന്ന നയം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. പ്രഹ്ലാദന്റെയും ഹിരണ്യകശിപുവിൻ്റെയും കഥയിൽ പ്രഹ്ലാദൻ പറഞ്ഞു ദൈവം തൂണിൽ ഉണ്ടെന്ന്. അതുപോലെ സ്വാമി തൂണിൽ നിന്നും പ്രത്യക്ഷപ്പെട്ടു. അന്നേരത്തെ നരസിംഹ അവതാരത്തിൻ്റെ പ്രത്യേകത ദൈവം ഉണ്ടെന്ന് തെളിയിക്കുന്നതിൽ ആയിരുന്നു. കലിയുഗത്തിൽ ഇതുപോലെ ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ള ധാരാളം സംശയങ്ങൾ ഉയർന്നു വരും. അതുപോലെ ആ ഒരു കലിയുഗ ഹിരണ്യകശിപുമാരുടെ അഹങ്കാരത്തെ അമർച്ച ചെയ്യാനും പ്രഹ്ലാദനെ പോലുള്ള ഭക്തന്മാരെ രക്ഷപ്പെടുത്തുവാനുമായിട്ടാണ് ശ്രീദത്തൻ അവതരിച്ചത്. ശ്രീപാദ ശ്രീവല്ലഭനും നരസിംഹ സരസ്വതിയും രണ്ട് പ്രധാന നിയോഗങ്ങൾ കൂടിയാണ് പ്രപഞ്ചത്തിലേക്ക് വന്നത്. അത് ഒന്ന് ദൈവനിന്ദ ചെയ്യുന്നവരെ അടക്കി വയ്ക്കുക, പിന്നെ ഭക്തന്മാരെ കൺപോളകൾ കണ്ണിനെ എന്നതുപോലെ സംരക്ഷിക്കുകയും ചെയ്യുക. ഈ രണ്ട് ഉദ്ദേശങ്ങളായിരുന്നു ഈ രണ്ട് അവതാരങ്ങൾക്കും. തിരുമലദാസു ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ശങ്കരഭട്ടന്റെ മനസ്സിൽ ഒരുപാട് സംശയങ്ങൾ വരുന്നുണ്ട്. താൻ ശ്രീപാദ ശ്രീവല്ലഭ ചരിതാമൃതം ഭൂർജപത്രത്തിന്റെ ഇലയിലാണ് എഴുതുന്നത്. ഭാവിയിൽ ഏത് വസ്തുവിലായിരിക്കും ഈ ചരിതാമൃതം എഴുതുക? ആ ഭാവിയിൽ ഇംഗ്ലീഷ് ശകം അല്ലെങ്കിൽ ഹൂണശകം പ്രാധാന്യം നേടുമെന്ന് ശ്രീപാദൻ അറിയിച്ചിരുന്നു. അതുപോലെ ശ്രീകൃഷ്ണന്റെ നിര്യാണം എന്നാണ് ഉണ്ടായത്? ഏത് തീയതിക്കാണ്? ഏത് സമയത്താണ് കലിയുഗം തുടങ്ങിയത്? ശ്രീപാദ ശ്രീവല്ലഭൻ ഇവയെപ്പറ്റിയെല്ലാം ഭാവിയിൽ ജനങ്ങൾ സ്വീകരിക്കുന്ന ഒരു കാലഗണന അനുസരിച്ച് അവർക്ക് പിന്നീട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഇലയിൽ എഴുതുകയാണെങ്കിൽ അദ്ദേഹം വാസ്തവത്തിൽ ദത്തന്റെ അവതാരമാണെന്ന് ഞാൻ വിശ്വസിക്കും. ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ട് തിരുമലദാസുവിനോട് താൻ തിരുമലദാസു പറയുന്നതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് നടിച്ചുകൊണ്ട് ചെറുതായി ചിരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ശങ്കരഭട്ട്. പെട്ടെന്ന് തന്നെ തിരുമലദാസുവിൻ്റെ ശബ്ദം പരുഷമായി, അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയാതെയായി. അപ്പം ഈ ശ്രീപാദന്റെ ജീവചരിത്രം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഭയങ്കരമായൊരു ശബ്ദം കേട്ടു. ആ ശബ്ദം കേട്ടതിന് ശേഷം ശങ്കരഭട്ടന് ചെവി തീരെ കേൾക്കാതെയായി. ഒരു നിമിഷം കൊണ്ട് താൻ ബധിരനായി, തിരുമലദാസു മൂകനായി. അപ്പോൾ താൻ ഇങ്ങനെ വിചാരിച്ച ഒരുപാട് സംശയങ്ങൾ വിചാരിച്ചത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് വിചാരിച്ച് ശങ്കരഭട്ടന് വല്ലാതെ ദുഃഖം തോന്നി. ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് വിചാരിച്ച് ദൈവമേ എന്ന് വിചാരിച്ചിരുന്നപ്പോൾ പെട്ടെന്ന് നിവേദിക്കാനായിട്ട് വെച്ച ലോഹ കഷ്ണങ്ങളായി തീർന്ന കടല അവിടെ നിന്ന് നീങ്ങി ശ്രീപാദരാജം ശരണം പ്രപദ്യേ എന്ന് തെലുങ്ക് അക്ഷരത്തിൽ ഉള്ള വാക്യമായിട്ട് നിന്നു. ഒരു ചെറിയ വെളുത്ത ഇലയുണ്ടായിരുന്നു. അത് വലുതായി ദീർഘചതുരാകൃതിയിലായി. അപ്പോൾ അക്ഷരങ്ങൾ കറുത്ത നിറത്തിൽ ഭംഗിയായിട്ട് അതിൽ എഴുതപ്പെട്ടു. അപ്പോൾ അതിൽ എഴുതി കാണിച്ചത് ഇങ്ങനെയാണ്: ശ്രീകൃഷ്ണന്റെ ചരമം ക്രിസ്തുവർഷം മുമ്പ് 3102 ഫെബ്രുവരി 18 രാത്രി 2:27:30 സംഭവിച്ചു. അത് പ്രമാദി എന്ന സംവത്സരമായിരുന്നു. ചൈത്രമാസം ചാന്ദ്രമാസത്തിലെ ആദ്യ പക്ഷത്തിലെ പാദ്യമി വെള്ളിയാഴ്ച അശ്വിനി നക്ഷത്രം ശ്രീകൃഷ്ണന്റെ നിര്യാണത്തിന് ശേഷം കലി പ്രവേശിച്ചു. അപ്പോൾ അവിടെ ശ്രീപാദൻ അദൃശ്യനായി ഉണ്ടായിരുന്നുവെന്ന് ശങ്കരഭട്ട് ഉറപ്പിച്ചു. ശ്രീപാദൻ നരസിംഹരൂപമെടുത്ത് തന്നെ കൊല്ലുകയാണെങ്കിൽ പോലും ആശ്ചര്യപ്പെടാനില്ല എന്നൊക്കെ ശങ്കരഭട്ട് അവിടെ ഇരുന്ന് ചിന്തിച്ചു കൊണ്ടിരുന്നു. ആ സമയത്ത് ലോഹകഷ്ണങ്ങളായിട്ട് മാറിയ കടല മുമ്പുണ്ടായിരുന്നത് പോലെ ആയി. അപ്പം ശ്രീപാദൻ തന്നോട് ക്ഷമിച്ചു എന്ന് ശങ്കരഭട്ട് മനസ്സിലാക്കി. ആ വെളുത്ത ഇലയും അവിടുന്ന് അപ്രത്യക്ഷനായി.
തിരുമലദാസ് വീണ്ടും പറയുകയാണ്, അദ്ദേഹം ഒരിക്കൽ അലക്കിയ വസ്ത്രങ്ങളൊക്കെ കൊണ്ട് ശ്രീപാദൻ്റെ അമ്മയുടെ അച്ഛൻ്റെ ഗൃഹത്തിലേക്ക് പോയി. അപ്പോൾ അവിടെ സുമതി മഹാറാണിയുടെ അമ്മാവനായ ശ്രീധരാവധാനി ഉണ്ടായിരുന്നു. അദ്ദേഹം ശ്രീപാദനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദത്തദിഗംബര ദത്തദിഗംബര എന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ശ്രീപാദന് 2 വയസ്സായിരുന്നു പ്രായം. ആ കാഴ്ച വളരെ സന്തോഷകരമായ ഒരു കാഴ്ചയായിരുന്നു. അപ്പോൾ ശ്രീവല്ലഭ ദത്ത ദിഗംബര എന്ന് ഇദ്ദേഹം പറഞ്ഞു. അത് കേട്ടപ്പോൾ ശ്രീപാദൻ പറഞ്ഞു, നൃസിംഹ സരസ്വതി ദത്ത ദിഗംബര എന്ന്. അദ്ദേഹം തന്നെയാണ് മുമ്പ് ദത്തനായിരുന്നത്. ഇപ്പോൾ അദ്ദേഹം ശ്രീപാദവല്ലഭനാണ്. ഈ ചിത്രം മാഞ്ഞു പോകുമ്പോൾ ഇനി നൃസിംഹ സരസ്വതിയായിട്ട് പ്രത്യക്ഷപ്പെടുമെന്ന് സ്വന്തം ശൈലിയിൽ പറയുകയാണ് ഉണ്ടായത്. ശ്രീപാദൻ വീണ്ടും പറഞ്ഞു, മുത്തച്ഛ, തനിക്ക് നൃസിംഹ സരസ്വതിയായിട്ട് മഹാരാഷ്ട്രത്ത് അവതരിക്കണം. ആ സമയത്ത് തിരുമലദാസവും ആ പ്രദേശത്ത് തന്നെ അവതരിക്കും. അദ്ദേഹം ഘാഡ്ഗെ മഹാരാജ് എന്ന പേരിൽ ജനിക്കും, മഹാരാഷ്ട്രത്തിൽ ജനിക്കും എന്നാണ് ശ്രീപാദൻ പറഞ്ഞത്. അങ്ങനെ തിരുമലദാസ് ഘാഡ്ഗെ മഹാരാജായിട്ട് ജനിക്കുന്ന സമയത്ത് ശോച്യാവസ്ഥയിലുള്ളവരുടെ സേവയിൽ മുഴുകും. പിന്നെ ധീശില നഗരത്തിൽ മുസ്ലിം വസ്ത്രങ്ങൾ ധരിച്ച സായി ബാബയായിട്ട് ശ്രീപാദൻ തൻ്റെ സമർത്ഥ സദ്ഗുരു അവതാരമുണ്ടാകുമെന്ന് പറയുന്നുണ്ട്. ആ സമയത്തും ഈ തിരുമലദാസുവിന് തൻ്റെ അനുഗ്രഹം ലഭിക്കും. ബാലകൃഷ്ണ സങ്കല്പത്തോട് പ്രത്യേക താല്പര്യമുണ്ട് തിരുമലദാസുവിന്. അതുകൊണ്ട് ഗോപാല ഗോപാല ദേവകി നന്ദന ഗോപാല എന്ന് ജപിച്ചുകൊണ്ടിരിക്കുക. അങ്ങയുടെ മനക്കണ്ണിന് താൻ എപ്പോഴും ദർശനം നൽകും എന്നൊരു പ്രതിജ്ഞ ശ്രീപാദൻ ഈ സമയത്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ശങ്കരഭട്ട് ഒരു സംശയം ചോദിക്കുകയാണ്. ഈ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് കർമ്മഫലങ്ങൾ ഒഴിവാക്കാൻ കഴിയില്ലെന്ന്. അപ്പോൾ ഈ തത്വങ്ങളെയൊക്കെ ഉല്ലംഘിക്കാതെ ശ്രീപാദൻ എങ്ങനെയാണ് കർമ്മത്തെ നശിപ്പിക്കുന്നത് എന്നൊരു സംശയമാണ് ശങ്കരഭട്ട് ചോദിക്കുന്നത്. അപ്പോൾ തിരുമലദാസ് പറഞ്ഞു, ശ്രീകൃഷ്ണൻ പറഞ്ഞത് ഓരോരുത്തരും അവരുടെ കർമ്മഫലങ്ങൾ അനുഭവിക്കണമെന്നാണ്. അത് ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ തന്നെ അനുഭവിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. സ്വപ്നാവസ്ഥയിൽ വേണമെങ്കിലും അനുഭവിക്കാം. ശാരീരിക ക്ലേശങ്ങളിലൂടെ 10 കൊല്ലം കൊണ്ട് അനുഭവിച്ചു തീർക്കേണ്ട ഒരു കർമ്മം ഏതാനും മണിക്കൂറുകൾ നീളുന്ന സ്വപ്നത്തിന് തീവ്രമായ മാനസിക വേദനകളിലൂടെയും മാനസിക പീഡകളിലൂടെയൊക്കെ അനുഭവിച്ചു തീർക്കാവുന്നതാണ്. അതുപോലെ തന്നെ സദ്വൃത്തരായ ജനങ്ങൾക്കും യോഗികൾക്കും ചെയ്യുന്ന സേവയും സംഭാവനകളും ദേവതകൾക്ക് ചെയ്യുന്ന സേവനവും പാപത്തെ കുറയ്ക്കും. ദേവതാ വിഗ്രഹങ്ങൾ വിശുദ്ധമായതുകൊണ്ട് അവയെ സേവിക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾ അവ ഏറ്റെടുക്കുകയും പുണ്യം നമുക്ക് കൈമാറുകയും ചെയ്യുന്നു. നാം സമർത്ഥ സദ്ഗുരുവിനെ ധ്യാനിക്കുമ്പോൾ ധ്യാനമെന്ന മാധ്യമത്തിൽ കൂടി ഈ വിധം കൈമാറ്റം നടക്കുന്നു. പാപപ്രവൃത്തികളുടെ ഫലങ്ങൾ ആരെങ്കിലും അനുഭവിച്ചേ മതിയാകൂ. എന്നാലും ഈ ദേവതകളും ദൈവിക അവതാരങ്ങളും ഉജ്ജ്വല തേജസ്സുകളും ഒക്കെ തങ്ങൾ സ്വീകരിക്കുന്ന പാപങ്ങളെ കത്തിച്ച് ചാമ്പലാക്കുകയാണ് ചെയ്യുന്നത്. ഈ കൈമാറ്റ പ്രക്രിയ നമ്മുടെ ഭക്തിയുടെയും സമർപ്പണത്തിൻ്റെയും ദുരവസ്ഥയുടെയും അനുപാതം അനുസരിച്ച് ആയിരിക്കും. ശ്രീപാദൻ പാപകർമ്മങ്ങളെയൊക്കെ പാറകളും കല്ലുകളും പോലുള്ള അചേതന വസ്തുക്കളിലേക്ക് മാറ്റി ആ കല്ലുകളെയും പാറകളെയും തട്ടിയും മുട്ടിയും മറ്റു പല അസാധാരണ മാർഗങ്ങൾ ഉപയോഗിച്ചും കർമ്മഫലത്തെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിന് ഒരു ഉദാഹരണമായിട്ടുള്ള ഒരു കാര്യമാണ് ഇനി പറയുന്നത്. ശ്രീപാദൻ്റെ ജനനസമയം മുതൽ അവിടെ പാലിന് ക്ഷാമമുണ്ടായിരുന്നു. അപ്പോൾ സുമതി മഹാറാണിക്ക് ശ്രീപാദന് വേണ്ടുവോളം പാല് കൊടുക്കാൻ കഴിഞ്ഞില്ല. അവരുടെ ഗൃഹത്തിൽ കാലാഗ്നിശമനദത്തന് നിവേദിക്കാൻ വേണ്ടി ആവശ്യമായ പാല് മാത്രമേ അവിടെ ഉണ്ടായിരുന്ന പശു നൽകിയിരുന്നുള്ളൂ. എന്നാൽ അതിൻ്റെ കിടാവിനത് മതിയാവോളം പാല് കൊടുത്തിരുന്നു. ഇങ്ങനൊരു വിചിത്ര സ്വഭാവമായിരുന്നു. എന്നാൽ ശ്രീപാദൻ രഹസ്യമായിട്ട് പൂജാമുറിയിൽ ചെന്ന് കാലാഗ്നിശമനന് നിവേദിക്കാനായിട്ട് വെച്ച പാലെടുത്ത് കുടിക്കാറുണ്ട്. ഇത് കാരണം മാതാപിതാക്കൾ വളരെയധികം ദുഃഖിതരായിരുന്നു. വെങ്കടപ്പയ്യ ശ്രേഷ്ഠിയും നരസിംഹവർമ്മയൊക്കെ ഒരു നല്ല പശുവിനെ ദാനം ചെയ്യാൻ ഒരുപാട് തവണ ശ്രമിച്ചു. പക്ഷേ ഈ അപ്പലരാജ ശർമ്മ ഒരിക്കലും ദാനം സ്വീകരിക്കില്ല. അതുകൊണ്ട് ഈ ഉദ്യമങ്ങളെല്ലാം വ്യർത്ഥമായിട്ട് മാറി. അങ്ങനെ കുടുംബത്തിൻ്റെ ശോച്യാവസ്ഥയെക്കുറിച്ച് ചിന്തിച്ച് ഒരു ദിവസം സുമതി മഹാറാണി അപ്പലരാജ ശർമ്മയോട് പറഞ്ഞു, തൻ്റെ കുടുംബത്തിൽ നിന്നൊരു പശുവിനെ സ്വീകരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ശ്രീപാദന് കൂടുതൽ പാല് കൊടുക്കാനും കഴിയും എന്നൊക്കെ പറയുന്നുണ്ട്.
അപ്പോൾ അപ്പലരാജ ശർമ്മ പറയുകയാണ്, ശ്രീപാദൻ ശ്രീദത്തൻ്റെ അവതാരമാണെന്ന് പല ശ്രേഷ്ഠ വ്യക്തികളും പറഞ്ഞു. ജന്മം മുതൽ തന്നെ ഒരുപാട് വിസ്മയകരമായ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ദത്തൻ്റെ ഒരു അവതാരമാണെങ്കിൽ നമ്മുടെ ഗൃഹത്തിലുള്ള പശു ധാരാളം പാൽ തരണം, അല്ലെങ്കിൽ സുമതി മഹാറാണിക്ക് വേണ്ടുവോളം പാലുണ്ടാകണം. അതുമാത്രമല്ല, മൂത്ത മകൻ ശ്രീധരരാജശർമ്മ അന്ധനാണ്, ഇളയ മകൻ രാമരാജശർമ്മ മുടന്തനാണ്. ശ്രീപാദൻ അവരെ ശാരീരിക വൈകല്യങ്ങളിൽ നിന്നൊക്കെ മോചിപ്പിക്കാൻ കഴിയും. ഇത് സുമതി മഹാറാണിയുടെ അച്ഛനുമായിട്ട് സംസാരിക്കണം, അല്ലെങ്കിൽ ശ്രീപാദനോട് തന്നെ ചോദിക്കൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഈ വിവരം സുമതി മഹാറാണി തൻ്റെ പിതാവിനോട് പറഞ്ഞു. അപ്പോൾ ബാപ്പനാരിൽ പറഞ്ഞു, ഇത് ശ്രീപാദൻ്റെ ലീലയാണ്. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ മാത്രമല്ല, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിലും ശ്രീപാദൻ നിപുണനാണ്. സൃഷ്ടിയിലെ പഞ്ചഭൂതങ്ങളിൽ നിന്നെല്ലാം വ്യക്തമായ അനുവാദം കിട്ടുന്നതുവരെ നിന്റെ ഭർത്താവ് പശുവിനെ ദാനമായിട്ട് സ്വീകരിക്കുകയില്ല. ശ്രീപാദൻ തൻ്റെ 2 സഹോദരന്മാരുടെ ശാരീരികമായ പ്രതികൂലതകൾ നീക്കുകയാണെങ്കിൽ കുടുംബവുമായുള്ള അയാളുടെ ബാധ്യതകൾ വിച്ഛേദിക്കപ്പെടും. പിന്നെ ദത്തൻ ഒരു കുട്ടിയുടെ രൂപത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിരിക്കില്ല. ലോകത്തെ അഭിവൃദ്ധിപ്പെടുത്താനായിട്ട് ലോകഗുരുവായിട്ട് വീട് ഉപേക്ഷിച്ച് പോകും. അതുകൊണ്ട് അബദ്ധത്തിൽ പോലും ഈ സഹോദരങ്ങളുടെ ശാരീരിക വൈകല്യങ്ങൾ മാറ്റുവാൻ ആവശ്യപ്പെടരുത്. എല്ലാം സമയത്തെ അനുസരിക്കുന്നു. ആ സമയം ശ്രീപാദൻ്റെ നിയന്ത്രണത്തിലാണ്. ശ്രീപാദൻ ഇച്ഛിക്കുകയാണെങ്കിൽ നിനക്ക് ഇഷ്ടം പോലെ പാലുണ്ടാകും. പക്ഷെ അതോടുകൂടി അയാളുമായുള്ള കടപ്പാടിൻ്റെ കൊളുത്ത് നഷ്ടപ്പെടും. അങ്ങനെ ദത്ത ഭഗവാൻ പിന്നീട് നമ്മുടെ കുടുംബത്തിൻ്റെ പരിധിയിൽ ഒതുങ്ങി നിൽക്കില്ല. അതുകൊണ്ട് കുറച്ചു കാലം കൂടെ ക്ഷമയോടുകൂടി കാത്തിരിക്കാനാണ് സുമതി മഹാറാണിയുടെ അച്ഛൻ പറയുന്നത്. അപ്പോൾ ശങ്കരഭട്ട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ശരിക്കും ശ്രീപാദൻ്റെ സഹോദരന്മാർക്ക് ഇങ്ങനെ വൈകല്യങ്ങൾ ഉണ്ടായത്? കുടുംബപരമായിട്ട് എന്തെങ്കിലും കർമ്മദോഷങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന്. അപ്പോൾ തിരുമലദാസ് പറഞ്ഞു, ദത്താത്രേയൻ സായം സന്ധ്യയ്ക്കാണ് അവതരിച്ചത്, ശ്രീപാദൻ പ്രാതസന്ധ്യയ്ക്കാണ്, നൃസിംഹ സരസ്വതി മധ്യാഹ്ന സന്ധ്യയ്ക്കാണ് അവതരിച്ചത്. അപ്പോൾ ദത്തൻ്റെ ലീലകൾ മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ്. സന്ധ്യയ്ക്ക് ശേഷം ഇരുട്ട് വ്യാപിക്കുമ്പോൾ ജീവികൾ നിദ്രയെ ഭജിക്കുന്നു. അതുകൊണ്ട് ദത്താവതാരം യോഗ സാധനകളുടെ പരിണാമക്രമങ്ങളുടെ മുഴുവൻ ചുമതലയും ഏറ്റെടുത്ത് ജീവികളെ സുഖമായിട്ട് ഉറങ്ങാൻ വിടുന്നു. പരിണാമ പ്രക്രിയയിൽ എങ്ങോട്ടാണ് പോകേണ്ടതെന്നോ എന്ത് ചെയ്യേണ്ടതെന്നോ ജീവികൾക്കൊന്നും അറിയില്ല. അപ്പോൾ അവ അറിയാതെ തന്നെ പരിണാമം ഉണ്ടാക്കുക എന്നതിലാണ് ദത്താവതാരത്തിൻ്റെ വൈശിഷ്ട്യം. ദത്ത അവതാരത്തിനും ശ്രീവല്ലഭൻ്റെ അവതാരത്തിനും ഇടയിൽ ഒരു നീണ്ട കാളരാത്രി ഉണ്ടായിരുന്നു. അത് പൂർണ്ണമായും അന്ധകാരത്തിൻ്റെ കാലമായിരുന്നു. അതിൻ്റെ പ്രതീകമായിട്ടാണ് മൂത്ത സഹോദരൻ ശ്രീധരരാജശർമ്മ ജനിച്ചത്. ശ്രീധരരാജശർമ്മ അന്ധനായിരുന്നു. ആ ഇരുണ്ട കാലത്തിന് ശേഷം സംശയങ്ങൾ, നാസ്തികവാദങ്ങൾ, കുതർക്കങ്ങൾ, വക്രഭാഷ്യങ്ങൾ എന്നിവ പ്രബലമായിരുന്ന ഒരു കാലം വന്നു. അവയൊക്കെ പരിണാമത്തെ കുറയ്ക്കുന്നവയായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ പ്രതീകമായിട്ട് മുടന്തനായിട്ടാണ് ഇളയ സഹോദരനായ ശ്രീ രാമരാജശർമ്മ ജനിച്ചത്. പിന്നെ കുടുംബപരമായ ചില കർമ്മദോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പലരാജശർമ്മയുടെ കുടുംബത്തിന് ഗ്രാമമുഖ്യസ്ഥാനമുണ്ടായിരുന്നു. അപ്പലരാജശർമ്മയുടെ പിതാവിൻ്റെ പേര് ശ്രീധര രാമരാജശർമ്മ എന്നായിരുന്നു. അദ്ദേഹം ഐനവല്ലി ഗ്രാമത്തിൻ്റെ വില്ലേജ് ഓഫീസറായിരുന്നു. നല്ല ധാന്യവിള ഉണ്ടായാലും ഇല്ലെങ്കിലും ജമീന്ദാർക്ക് നികുതി കൊടുത്തുകൊള്ളണം. അങ്ങനെ നിർബന്ധമായിട്ട് നികുതി പിരിക്കേണ്ടത് വില്ലേജ് ഓഫീസറുടെ ചുമതലയാണ്. അതുകൊണ്ട് ശ്രീധര രാമരാജശർമ്മയ്ക്ക് ജമീന്ദാരുടെ ആജ്ഞയനുസരിച്ച് തൻ്റെ വ്യക്തിപരമായ ഇഷ്ടങ്ങളൊന്നും പരിഗണിക്കാതെ ഹിംസാത്മകമായ മാർഗത്തിലൂടെ നികുതി പിരിക്കേണ്ടതായി വന്നു. അത് അദ്ദേഹത്തിൻ്റെ കടമയും ധർമ്മവുമായിരുന്നു. എന്നാൽ അത് ദൈവദൃഷ്ടിയിൽ പാപമായിരുന്നു. അപ്പോൾ ആ പാപപ്രവൃത്തിയുടെ ഫലമായിട്ടാണ് ശ്രീപാദൻ്റെ മൂത്ത സഹോദരൻ ശ്രീധരരാജ ശർമ്മയും അതിൽ താഴെയുള്ള രാമരാജശർമ്മയും ശാരീരിക ന്യൂനതകളോടെ ജനിച്ചത്. അങ്ങനെ മുത്തച്ഛൻ്റെ പാപപ്രവൃത്തിയുടെ ഒരു ചെറിയ ഫലം ശ്രീപാദനും അനുഭവിക്കേണ്ടി വന്നതുകൊണ്ടാണ് പാലിന് ക്ഷാമമുണ്ടായത്. പ്രപഞ്ചത്തിൻ്റെ പ്രഭു താൻ ക്രമപ്പെടുത്തിയ നിയമവ്യവസ്ഥകൾ എല്ലാവർക്കും ഒരുപോലെ ബാധകമാക്കുന്നു. ഒരവതാരമായിട്ട് വന്നിട്ടും ശ്രീപാദൻ താനും കർമ്മഫലത്തെ അനുഭവിച്ചുകൊണ്ട് മാതൃക കാണിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ നരസിംഹവർമ്മയുടെ കയ്യിലുള്ള ഒരു നല്ല ഗുണമുള്ള ഒരു പശുവിനെ ശ്രീ ശ്രേഷ്ഠി മേടിച്ചു. അപ്പോൾ അതിനെ വിറ്റ് കിട്ടിയ പണം ശ്രീ
നരസിംഹവർമ്മ പ്രത്യേകമായിട്ട് സൂക്ഷിച്ചു. ആ ഇടയ്ക്ക് അപ്പലരാജ ശർമ്മ പൗരോഹിത്യ കർമ്മങ്ങൾക്കായിട്ട് ശ്രീ നരസിംഹവർമ്മയുടെ വസതിയിൽ വന്നു. അപ്പോൾ ഈ പശുവിനെ വിറ്റ് കിട്ടിയ പണം ശ്രീവർമ്മ ആ അവസരത്തിൽ അപ്പലരാജ ശർമ്മയ്ക്ക് പൗരോഹിത്യ കർമ്മങ്ങൾക്കുള്ള ദക്ഷിണയായിട്ട് കൊടുത്തു. അതൊരു വലിയ സംഖ്യയായിരുന്നു. അപ്പോൾ അപ്പലരാജ ശർമ്മ അതിൽ അർഹതയുള്ളത് എടുത്തിട്ട് ബാക്കി നിരസിച്ചു. ബാക്കി സ്വീകരിക്കാൻ ശ്രീ നരസിംഹവർമ്മയെ വിസമ്മതിച്ചു. അങ്ങനെ ഈ പ്രശ്നം ബ്രാഹ്മണരും മറ്റ് കൂടിയ ഒരു യോഗത്തിൽ എത്തിപ്പെട്ടു. ബ്രാഹ്മണ പരിഷത്ത് കൂടി. ആ സംഖ്യ അവകാശപ്പെടാൻ പല ബ്രാഹ്മണരും മത്സരിച്ച് അതൊരു അസാധാരണമായൊരു പിടിവാശിയായിട്ട് മാറി. ആ സമയത്ത് പാപയ്യ ശാസ്ത്രി എന്നൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ശ്രീപാദൻ ദൈവത്തിൻ്റെ അവതാരമല്ല, ദൈവമാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അസാധാരണ അവസ്ഥ ഉണ്ടാകുന്നത്, ദത്തനാണെങ്കിൽ എന്തുകൊണ്ട് സഹോദരനെ അംഗവൈകല്യത്തിൽ നിന്ന് മോചിപ്പിച്ചില്ല, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുകൂടാതെ താനാണെങ്കിൽ എന്ത് ദാനം സ്വീകരിച്ചാലും കളങ്കമൊന്നും തനിക്ക് സംഭവിക്കുകയില്ല, കാരണം താൻ ഒരുപാട് ജപിക്കാറുണ്ട്, അതുകൊണ്ട് ആ പണം എനിക്ക് തരിക എന്ന് പറയുകയാണ്. അങ്ങനെ ബ്രാഹ്മണ പരിഷത്ത് ആ പണം പാപയ്യ ശാസ്ത്രിക്ക് കൊടുത്തു. ആ വിജയിച്ചതിലുള്ള അഭിമാനത്തോടു കൂടി പാപയ്യ ശാസ്ത്രി തൻ്റെ വസതിയിലേക്ക് പോയി. അപ്പോൾ അവിടെ തൻ്റെ അമ്മാവനെ കാണുകയാണ്. പാപയ്യ അമ്മാവനെ ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചു. അപ്പോൾ താൻ വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഭക്ഷണം കഴിക്കുകയുള്ളൂ എന്നും അപ്പോൾ മരുമകൻ്റെ ഗൃഹത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയുകയില്ലെന്നും അദ്ദേഹം പറഞ്ഞിട്ട് ഉടനെ പോയി. അപ്പോൾ പാപയ്യയുടെ ഭാര്യ പറഞ്ഞു, ഇത് അങ്ങയുടെ കഴിഞ്ഞ വർഷം മരിച്ചുപോയ ഒരു അമ്മാവനെ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. വേറെയും അമ്മാവന്മാരുണ്ടെങ്കിലും അവരൊന്നും ഈ അമ്മാവനെ പോലെ അല്ല ഇരിക്കുന്നത് എന്നും ഭാര്യ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അദ്ദേഹം പോകുന്നതിന് മുമ്പ് പറഞ്ഞു, നമുക്ക് ഉടൻ തന്നെ വീണ്ടും കാണാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നു എന്ന്. ആ അമ്മാവൻ അങ്ങനെ പറഞ്ഞിട്ടാണ് പോയത്. അപ്പം ഇത് ആലോചിച്ചപ്പോഴേക്കും ഈ പാപയ്യ ശാസ്ത്രിക്ക് പലതരത്തിലുള്ള മാനസിക പീഡകൾ തുടങ്ങി. എന്താണ്, ആകപ്പാട് മായയാണല്ലോ എന്നൊക്കെയുള്ള ചിന്തകൾ തുടങ്ങി. താൻ അടുത്ത് തന്നെ മരിച്ചു പോകുമോ എന്നൊക്കെയുള്ള ചിന്തകളായി. പിന്നെ അദ്ദേഹത്തിന് ശരിക്കും ധ്യാനിക്കാൻ കഴിഞ്ഞില്ല. കുക്കുടേശ്വര ക്ഷേത്രത്തിലേക്ക് പോയപ്പോൾ അവിടെ ധ്യാനത്തിൽ കണ്ട ദത്തന് തല ഉണ്ടായിരുന്നില്ല. ആകപ്പാട് മനസ്സ് ചാഞ്ചാടിക്കൊണ്ടിരുന്നു. പൂജാരി കൊടുത്ത പ്രസാദം വിഷത്തിൽ മുക്കിയതായിട്ടൊക്കെ തോന്നി. പൂജാരി ചിരിച്ചുകൊണ്ട് എന്തോ പറഞ്ഞു. പ്രസാദം കഴിച്ചതിന് ശേഷം താമസം കൂടാതെ താൻ മരിക്കണം എന്ന സന്ദേശമാണ് പാപയ്യ ശാസ്ത്രി അതിൽ കേട്ടത്. വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ഭാര്യയുടെ നെറ്റിയിൽ കുങ്കുമപ്പൊട്ട് കണ്ടില്ല. എന്നാൽ ഭാര്യയുടെ നെറ്റിയിൽ ശരിക്കും 1 രൂപ നാണയത്തിൻ്റെ അത്ര വലിപ്പമുള്ള കുങ്കുമപ്പൊട്ട് ഉണ്ട്. പക്ഷേ ഭർത്താവ് എന്താണിങ്ങനെ പെരുമാറുന്നത് എന്ന് ആലോചിച്ച് അവർ ആശ്ചര്യപ്പെട്ടു. മനസ്സിൻ്റെ സമനില തെറ്റി എന്ന വാർത്ത അവിടെയൊക്കെ പ്രചരിച്ചു. പാപയ്യയ്ക്ക് മാനസിക ചികിത്സയും മന്ത്രവാദ ചികിത്സയും ഒക്കെ ചെയ്തു. താൻ ഭ്രാന്തനല്ലെന്നും താൻ പറയുന്നതൊക്കെ സത്യമാണെന്നും അയാൾ പറഞ്ഞുകൊണ്ടിരുന്നു. ആ സമയത്ത് പാപയ്യയുടെ ഭാര്യയ്ക്ക് ഒരു നല്ല ആശയം തോന്നി. തൻ്റെ ഭർത്താവ് അജ്ഞത കൊണ്ട് ശ്രീപാദനെ അധിക്ഷേപിക്കുക എന്ന തെറ്റായ പ്രവൃത്തി ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഈ സംസാരിക്കാൻ കഴിയാത്ത ശിലാവിഗ്രഹങ്ങളുടെ മുമ്പിൽ തലകുനിക്കുന്നതിനേക്കാൾ ദിവ്യമായ തേജസ്സോടുകൂടി ശോഭിക്കുന്ന ജീവനുള്ള ശ്രീപാദനെ ശരണം പ്രാപിക്കുന്നതാണ് നല്ലത് എന്നവർക്ക് തോന്നി. അവർ ശ്രീപാദൻ്റെ ഗൃഹത്തിലേക്ക് പോയി. ശ്രീപാദൻ അവരോട് പറഞ്ഞു, ഇതെല്ലാം ഒരു ചെറിയ ക്രമീകരണം കൊണ്ട് അടങ്ങും. നിങ്ങൾ എനിക്ക് അമ്മയെ പോലെയാണ്, അതുകൊണ്ട് ഞാനിതിൻ്റെ രഹസ്യം പറയാം. ഒട്ടും വൈകാതെ ഒരു പുതിയ വീട് പണിയിച്ച് വാസ്തുപൂജയ്ക്ക് ശേഷം നിങ്ങളും അമ്മാവനും പുതിയ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇതെല്ലാം ശരിയാകും. ആരോ ഒരാൾ ആർക്കും വേണ്ടാത്ത ഒരു കുഴി ഭൂദാനമായിട്ട് പാപയ്യയ്ക്ക് കൊടുത്തു. വളരെ പ്രയത്നം ചിലവും ഒക്കെ ചെയ്ത് നികത്തപ്പെട്ടു. അങ്ങനെ ഒരു പുതിയ വീട് ഉണ്ടാക്കാനായിട്ട് അവർ മുഴുവൻ പണവും സ്വർണവും വില പിടിച്ചതെല്ലാം ചിലവാക്കി. കടവും വാങ്ങി. മലയിൽ നിന്ന് പാറകൾ കൊണ്ടുവന്ന് കഷ്ണമായി പൊട്ടിച്ചാണ് വീട് പണിക്ക് ഉപയോഗിച്ചത്. പുതിയ വീട്ടിലോട്ട് പ്രവേശിച്ചതോടെ പാപയ്യ ആരോഗ്യവാനായിട്ട് മാറി. പാപയ്യയ്ക്ക് അത് ആസന്ന മരണകാലമായിരുന്നു. ശ്രീപാദൻ ആ അകാല മരണത്തിൽ നിന്ന് അയാളെ രക്ഷപ്പെടുത്തി. തീവ്രമായ മനോവേദനയ്ക്കും മാനഹാനിക്കും ധനനാശത്തിനും മറ്റ് വിഷമങ്ങൾക്കും വിധേയമാക്കിക്കൊണ്ട് അയാളുടെ കർമ്മങ്ങളെല്ലാം നശിപ്പിക്കപ്പെട്ടു. അതുമാത്രമല്ല, പാപയ്യയുടെ ദുഷ്കർമ്മങ്ങൾ മലയിൽ നിന്നുള്ള പാറകളിലേക്ക് മാറ്റി ആ പാറകൾ ചെറിയ കഷ്ണങ്ങളായിട്ട് പൊട്ടിച്ചുകൊണ്ട് പാപയ്യയുടെ കർമ്മങ്ങൾ ഇല്ലാതാക്കി.
ആരോഗ്യം വീണ്ടെടുത്ത പാപയ്യയോട് ശ്രീപാദൻ പറഞ്ഞു, നിങ്ങളൊരു വിഡ്ഢിയാണ്. കുക്കുടേശ്വര ക്ഷേത്രത്തിലെ ശിലാവിഗ്രഹമാണ് നിങ്ങളുടെ രക്ഷകനെന്ന് നിങ്ങൾ വിശ്വസിച്ചു. ശരിക്കും മനുഷ്യരൂപത്തിലുള്ള ശ്രീദത്തനിൽ നിങ്ങൾ വിശ്വാസം നിക്ഷേപിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ എല്ലാ ദുഷ്പ്രവണതകളും ഞാൻ എൻ്റെ ദേഹത്തിലേക്ക് ആകർഷിച്ച് കർമ്മങ്ങളെ നശിപ്പിച്ച് നിങ്ങളെ രക്ഷിക്കുമായിരുന്നു. ദൈവകൃപയുടെ ഫലങ്ങൾ ഭക്തൻ്റെ മനോഭാവത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ്. ഇതിനെ തുടർന്ന് പാപയ്യ അദ്ദേഹത്തെ ദത്തൻ്റെ അവതാരമായിട്ട് അംഗീകരിക്കുന്നു. ശ്രീപാദനുള്ള പാലിൻ്റെ പ്രശ്നം ശ്രീ ശ്രേഷ്ഠിയെയും ശ്രീ വർമ്മയെയും വിഷമിപ്പിച്ചു കൊണ്ടിരുന്നു. അവർ ഈ ശ്രീപാദൻ്റെ അമ്മയുടെ അച്ഛനായ ബാപ്പനാരിയെ സമീപിച്ചു. ബാപ്പനാരിയോട് പറഞ്ഞു, താങ്കൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഈ പശുവിനെ ദാനമായിട്ട് സ്വീകരിക്കണം, എന്നിട്ട് അത് അപ്പലരാജ ശർമ്മയ്ക്ക് കൊടുക്കണം. ജാമാതാവിന് ശ്വശുരൻ ദാനമായിട്ട് കൊടുക്കുന്നത് തെറ്റല്ല എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അങ്ങനെ ഗോമാതാവിനെ ബാപ്പനാരിയുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ ആ ദാനത്തെ സ്വീകരിക്കാൻ അപ്പലരാജ ശർമ്മ വിസമ്മതിച്ചു. ഹിമാലയത്തിൽ ശതോപഥ എന്നൊരു പ്രദേശമുണ്ട്. അവിടെ സച്ചിദാനന്ദ അവധൂത എന്നൊരു മഹത് വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹമാണെങ്കിൽ ശ്രീ വിശ്വേശ്വര പ്രഭുവിൻ്റെ ശിഷ്യനായിരുന്നു. അപ്പോൾ വിശ്വേശ്വര പ്രഭു സച്ചിദാനന്ദ അവധൂതയോട് പറഞ്ഞു, ശ്രീപാദ ശ്രീവല്ലഭനായിട്ട് പീഡികാപുരത്ത് ശ്രീദത്തൻ അവതരിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നേരിട്ട് കണ്ട് സംതൃപ്തി അടയണം എന്ന് പറഞ്ഞു. അത് പ്രകാരം ഈ അവധൂതൻ പീഡികാപുരത്തേക്ക് വരികയാണ്. ബാപ്പന്നാരിലു അദ്ദേഹത്തെ ഹൃദ്യമായിട്ട് സ്വീകരിച്ചു. ഈ പാലിൻ്റെ പ്രശ്നം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. അപ്പോൾ അപ്പലരാജ ശർമ്മ ദാനമായിട്ട് പശുവിനെ സ്വീകരിക്കണമെന്നും ശ്രീപാദൻ യഥാർത്ഥത്തിൽ ദത്തഭഗവാൻ തന്നെയാണെന്നും വ്യർത്ഥമായ നിബന്ധനകൾ ഉന്നയിച്ച് ഭഗവാൻ ദത്തന് പാൽ കൊടുക്കുക എന്ന മഹത്തായ സേവനം നഷ്ടപ്പെടുത്തരുതെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. അപ്പം ബ്രാഹ്മണ പരിഷത്ത് തെളിവ് ആവശ്യപ്പെട്ടു. പഞ്ചഭൂതങ്ങളുടെ സാക്ഷ്യം നൽകാമെന്ന് അവധൂതൻ പറഞ്ഞു. അങ്ങനെ യജ്ഞം ആരംഭിച്ചു. ആ സമയത്ത് ഭൂമാതാവ് തെളിവ് നൽകി. ശ്രീപാദൻ ദത്തനായതുകൊണ്ട് അപ്പലരാജ ശർമ്മ പശുവിനെ ദാനമായി സ്വീകരിക്കുന്നത് തെറ്റല്ല. ശ്വശുരൻ ജാമാതാവിന് നൽകുന്നത് ദാനമായി കണക്കാക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് സത്യഋഷീശ്വരൻ ശ്രേഷ്ഠിയിൽ നിന്ന് അതൊരു ദാനമായി സ്വീകരിക്കുകയും അത് ജാമാതാവിനൊരു സമ്മാനമായിട്ട് കൊടുക്കുകയും ചെയ്യാം. ഇതായിരുന്നു ഭൂമാതാവിൻ്റെ നിർദ്ദേശം. അതുകൂടാതെ യജ്ഞം തുടങ്ങിയപ്പോൾ തന്നെ യജ്ഞസ്ഥലത്ത് ഒഴികെ മറ്റെല്ലായിടത്തും മഴ പെയ്തുകൊണ്ടിരുന്നു. അത് ജലതത്വത്തിൽ നിന്നുള്ള ഒരു തെളിവായിട്ട് അംഗീകരിക്കപ്പെട്ടു. അതിനുശേഷം അഗ്നിദേവൻ സ്വയം ഹോമദ്രവ്യങ്ങൾ ഏറ്റുവാങ്ങുകയും പശുദാനം തെറ്റല്ലെന്ന് വിശദീകരിക്കുകയും ചെയ്തു. അത് അഗ്നിമഹാഭൂതത്തിൽ നിന്നുള്ള ഒരു മൂന്നാമത്തെ തെളിവാണ്. പിന്നെ കാറ്റ് ശക്തമായിട്ട് എല്ലായിടത്തും വീശിയെങ്കിലും യജ്ഞസ്ഥലത്ത് മാത്രം വീശിയില്ല. അത് നാലാമത്തെ തെളിവാണ്. പിന്നെ ആകാശഭൂതത്തിൽ നിന്നുള്ള തെളിവെന്ന് പറയുന്നത് ദിവ്യമായൊരു ശബ്ദം പറയുകയാണ് ശ്രീപാദൻ വാസ്തവത്തിൽ ശ്രീദത്തൻ തന്നെ ആണെന്ന്. അങ്ങനെ പഞ്ചഭൂതങ്ങളിൽ നിന്നുള്ള തെളിവ് ലഭിച്ചതുകൊണ്ട് അപ്പലരാജ ശർമ്മ പശുദാനം സ്വീകരിച്ചു. ആ പശുവിനെ ദാനം ചെയ്തതിൻ്റെ ഫലം ശ്രേഷ്ഠിക്ക് ലഭിച്ചു. പശുവിൻ്റെ വില ശ്രീവർമ്മ അപ്പലരാജയ്ക്ക് കൊടുക്കണമെന്നും നിശ്ചയിക്കപ്പെട്ടു. അങ്ങനെ അവധൂതൻ്റെ സാന്നിധ്യത്തിൽ ഒരു നന്മയാണ് ശ്രീ ശ്രേഷ്ഠിക്കും ശ്രീ വർമ്മയ്ക്കും കൈവന്നത്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ളവരും എല്ലാ വർഗങ്ങളിലും ആചാരങ്ങളിലും പെട്ടവരും ഏത് ജന്മത്തിലും ഏത് ദിവസവും പീഠികാപുരത്ത് വന്ന് സ്വാമിയെ ദർശിക്കും. പിന്നെ ശ്രീപാദ ശ്രീവല്ലഭ ചരിതാമൃതം എന്ന പേരിൽ എഴുതപ്പെട്ട ജീവചരിത്രത്തിന് ശ്രീപാദ ശ്രീവല്ലഭൻ്റെ അനുഗ്രഹം ഉണ്ടാകും. ആ പുസ്തകം ശ്രീപാദൻ്റെ ജന്മസ്ഥലത്തിന് താഴെ വളരെ ആഴത്തിൽ അദൃശ്യമായിട്ട് സൂക്ഷിക്കപ്പെടും. ജന്മസ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ പാദുകങ്ങൾ പ്രതിഷ്ഠിക്കപ്പെടുകയും ക്ഷേത്രം നിർമ്മിക്കപ്പെടുകയും ചെയ്യും. പശുവിനെ ദാനം ചെയ്ത ശ്രീ വെങ്കടപ്പയ്യ ശ്രേഷ്ഠി വളരെ ധർമ്മനിഷ്ഠയുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് പണത്തിനും സമൃദ്ധിക്കും യാതൊരു കുറവും ഉണ്ടാവുകയില്ല. അദ്ദേഹം മരണശേഷം കുറച്ചു കാലം ഹിരണ്യലോകത്ത് ജീവിക്കും. അതിനുശേഷം മഹാരാഷ്ട്രത്തിൽ സമ്പന്നമായൊരു കുടുംബത്തിൽ ജനിക്കും. ശ്രീ നരസിംഹ സരസ്വതിയുടെ അവതാരത്തിന് സാക്ഷിയായിരിക്കുകയും ചെയ്യും. ഇത്രയും കാര്യങ്ങൾ തിരുമലദാസു ശങ്കരഭട്ടനോട് പറയുകയാണ്. ഇനി ശങ്കരഭട്ടന് ഗുരുവായൂരത്തേക്ക് പുറപ്പെടാമെന്നും
തിരുമലദാസു അറിയിക്കുകയാണ്. ഇത്രയുമാണ് ഈ അധ്യായത്തിൻ്റെ സംഗ്രഹം. തിരുമലദാസ് ശ്രീപാദരാജം ശരണം പ്രപദ്യേ.